1 പത്രോസ് 5 കണ്ടിന്യൂഷനാണ്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം, ഏത് ദിവസം? കർത്താവിൻ്റെ വരവിൻ്റെ ദിവസം കണി പോലെ സംഭവിക്കാതിരിപ്പാൻ, പക്ഷി കണിയിലാകപ്പെടുന്ന പോലെ, മത്സ്യം വലയിലാകപ്പെടുന്നത് പോലെ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവനങ്ങളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപാകെ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉണർന്നിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉറങ്ങേണ്ടെന്നാണോ അർത്ഥം? ദൈവവചനത്തിൻ്റെ പ്രബോധനങ്ങൾ, പ്രവചന ഭാഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീകമായി ഉണർന്നിരിക്കുക. അക്ഷരിക ഉറക്കത്തക്ക ഉണർവിനെ എല്ലാക്കുറിച്ചും പറയുന്നത് ആത്മീയമായി ഉണർന്നിരിക്കുക. വചന ധ്യാനവും പ്രാർത്ഥനയും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ യുദ്ധങ്ങൾ, ഈ പ്രയാസങ്ങളൊക്കെ നടക്കുമ്പോൾ വചനത്തിൽ പ്രത്യാശയില്ലാത്ത, ഭാവി പ്രത്യാശയില്ലാത്ത പെന്തക്കോസ്തുകാർ കിടന്ന് ഗിലിഗില വിറയ്ക്കുക. അയ്യോ നാളെ യുദ്ധം വരുമോ, കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടി തറവോട്ട് മലയിട്ടൊന്ന് വീഴുമോ? ഇതൊക്കെ നമുക്കിതൊന്നും ഒരു വിഷയമില്ല. മുല്ലപ്പെരിയാർ പൊട്ടട്ടെ, അണുബോംബ് വീഴട്ടെ, പിന്നെ എന്തും സംഭവിക്കട്ടെ, ഇത് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന വിഷയമല്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഇതിലൊക്കെക്കാൾ അപ്പുറമാണ്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്നവരാ നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങളിടുക. അത് ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ യുദ്ധവെറിയന്മാരും ഈ ലോകത്തിലെ ഈ കൊളർതാത്ത മനുഷ്യരും തമ്മിൽ തല്ലി ചാകുകയും തമ്മിൽ കൊന്ന് കൊലവിളി നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് കർത്താവ് വച്ചിട്ടുണ്ട്. സർവ്വലോകത്തെ നശിപ്പിക്കണമെങ്കിൽ ദൈവം അറിയാതെ ഒന്നും നടക്കില്ല. ഈ മണ്ടക്കോ സ്വാമികൾ പറയുന്ന പോലെ ഒന്നും നടക്കില്ല. പുടിൻ പറയുന്നത് എന്തുവാ? ലോകത്തെ മുഴുവൻ ചുട്ടരിക്കാൻ എൻ്റെ പക്കൽ ആയുധമുണ്ട്. കിങ് ഉൻ പറയുന്നത് അവരും ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരൊക്കെ പോഷന്മാരും വിഡ്ഢികളുടെ വിഡ്ഢികളുമാണ്. അവർ പറയുന്ന പോലെ അല്ല കാര്യം നടക്കുന്നത്. പിന്നെ ആര് നടക്കുന്ന പോലെയാണ്? സ്വർഗത്തിലെ ദൈവം പറയുന്ന പോലെ നടക്കുന്നത്. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. മനുഷ്യന്റെ ഭരണത്തിന്റെ മേൽ ഒരു അത്യുന്നതൻ ഭരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുത്താട്ടെ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശരിയായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പലരും സ്വത്രം പേടിച്ച് വിറച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതിലെ ആഴത്തിൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ വായിക്കാം. ഹല്ലേലൂയ. അതിലെ 19-ാം അധ്യായം, അതിൻ്റെ 5-19 2-ാം പാർട്ടി. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോട് വച്ചിക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. സ്തോത്രം. അപ്പം ദൈവത്തിന് അതിൻ്റെ 21-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ പാർട്ടി വായിക്കാം. മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിനെ നിയമിക്കുകയും ചെയ്യുന്നു. അത്യുന്നതനായവൻ മനുഷ്യന്റെ രാജത്വത്തിന്മേൽ എന്ത് ചെയ്യുന്നു? വാഴുന്നു. അതിൻ്റെ അർത്ഥം മാനുഷിക ഭരണങ്ങളുടെ മേൽ ഒരു ദൈവാധിപത്യമുണ്ട്. ദൈവത്തിൻ്റെ ഒരു ഭരണ സംവിധാനമുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്ന പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. 3-ാം ലോകമഹായുദ്ധം അതിൻ്റെ ക്ലൈമാക്സിൽ നടക്കുന്നതിന് മുൻപ് ദൈവസഭ മാറ്റപ്പെടണമെന്നുള്ളതാണ് ദൈവഹിതമെങ്കിൽ അതങ്ങനെ നടക്കുകയുള്ളൂ. ഇന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹോദരകാലത്ത് വിശ്വാസികളെല്ലാം അടിച്ച് പൊട്ടിച്ച് അവരുടെ കൈയും കാലും ഒക്കെ ഓടിച്ചെടുത്ത് വേണം അങ്ങോട്ട് കൊണ്ടുപോകാനെന്ന്. അതൊന്നും സംഭവിക്കത്തില്ല. അതൊക്കെ ദുരുപദേഷ്ടകന്മാർ പറയുന്നതാണ്. സ്വന്തം ജ്ഞാനത്തിൽ നിന്നും വഴിയിൽ നിന്നും പറയുന്നതാണ്. തെസ്സലോനിക്ക ലേഖനം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായൊരു വെളിപ്പാട് കർത്താവ് തന്നു. ഞാൻ 2 വാക്യങ്ങളേ ഉള്ളൂ, ഞാനത് പറയാം. ഒട്ടനവധി വാക്യങ്ങളുണ്ടെങ്കിലും ആ 2 വാക്യത്തിൽ നിന്ന് നമ്മൾക്ക് കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ.
തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു. അപ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മമായി ഇന്ന് കാണുന്ന ഈ കൊള്ളും കൊലപാതകയും ഹാമാസും ഈ ഹിസ്ബുള്ളയും ഈ ഹൂതികളും ഈ ഇങ്ങനെ കാണുന്ന ഈ വൃത്തികെട്ട ഭരണ സംവിധാനങ്ങളും ഈ പിശാചിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ഈ കൊള്ളയും കൊള്ളിവയ്പ്പും മുഴുവൻ അധർമ്മത്തിൻ്റെ മർമ്മമാണ്. അതിപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ക്ലൈമാക്സ് വരാതിരിക്കുന്നത് തടുക്കുന്ന പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇത് ഫുൾ സിംഗിൾ വെളിപ്പെട്ട് വരും. വേറൊരു വാക്യം കൂടി ഞാൻ വായിക്കാം. 9-ാം അധ്യായം 1 തെസ്സലോനി 9. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നവനുമായ യേശു. വരുവാനുള്ള കോപം മഹോദരകാലത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. വരുവാനുള്ള കോപം, ദൈവത്തിൻ്റെ കോപ ദിവസം. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദ ദിവസമാണ്. ഇനി സഭ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോപ ദിവസം, പ്രതികാര ദിവസം ആയിട്ട് കോപ ദിവസം വെളിപ്പെടും. യെശയ്യാപ്രവാചകനും സുവിശേഷത്തിലും കാണുന്നു ദൈവത്തിൻ്റെ പ്രസാദ വർഷവും പ്രതികാര വർഷവും. ഇപ്പോൾ പ്രസാദ വർഷമാണ്. അവൻ രക്ഷിക്കപ്പെടുവാൻ എല്ലാ മനുഷ്യരോടെല്ലാം കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദ വർഷമാണ്. ഏത് ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽപ്പെട്ടവനാണെങ്കിലും രക്ഷിക്കപ്പെടാൻ ഒരൊറ്റ വഴി, യേശുക്രിസ്തു എൻ്റെയും പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞാൽ അവന് നീതീകരണം കിട്ടുന്നു. ആ നീതീകരണം കിട്ടിയവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് കൊണ്ടിരിക്കുമ്പോൾ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടാം. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയുടെ പദ്ധതിയാണ്. ഇതൊന്നും പാസ്റ്റർമാർ പറഞ്ഞു കൊടുക്കാതെ ചുമ്മാ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പ്രസാദ വർഷമാണ്. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏത് കൊടുംപാപിക്കും രക്ഷപ്പെടാം. വിശ്വസ്തത്താൽ നീതീകരണം കിട്ടുന്നു. നീതീകരണം പ്രാപിച്ചവൻ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതമായി ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നു. കർത്താവ് എന്ന് ഏറ്റുപറയുമ്പോൾ ഇന്നു മുതൽ കർത്താവാണ് എന്നെ കർത്തൃത്വം ചെയ്യാൻ ഞാൻ യേശുവിനെ അനുവദിക്കുന്നു. നമ്മൾ വിട്ടുകൊടുക്കുക കർത്തൃത്വം ചെയ്യാൻ. നമ്മൾ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുക നമ്മളെ. അപകടം. കർത്താവ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കട്ടെ. കർത്താവ് നമുക്കുള്ളതെല്ലാം ചെയ്യട്ടെ. നമ്മളായിട്ട് കിടന്ന് ചെയ്ത് ചാകണ്ട കിടന്ന് എത്ര ചെയ്താലും ഒരു ഗുണവുമില്ല. 600,000 പേരെ സ്നാനപ്പെടുത്തിയാലും നീ ദൈവവചനത്തിൻ്റെ വിശുദ്ധിയും വേർപാടും ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പങ്കില്ല. പത്യവചനം പത്യോപദേശം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. പാപം ചെയ്യുമ്പോൾ ലജ്ജ കിട്ടും, നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം കിട്ടും. പാപത്തിൻ്റെ ശമ്പളം മരണപത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. അപ്പൊ വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടിവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്ന കാത്തിരിപ്പാനും. ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താ? വരുവാനുള്ള ഈ സ്വർഗത്തിൽ നിന്ന് വന്ന് എന്നെ ചേർക്കുമെന്ന് കാത്തിരിക്കുക. കർത്താവ് വന്നു കഴിയുമ്പോൾ മേഘപ്രത്യക്ഷതയിൽ വരുമ്പോൾ, കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രൂപാന്തരം കിട്ടും. 2 കൂട്ടരും ഒരുമിച്ച് സ്വർഗത്തിൽ എടുക്കപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മഹോദരവും അല്ല യുദ്ധങ്ങളും, യുദ്ധത്തിൻ്റെ ഒരു കേളി തന്നെയായിരിക്കും 7 വർഷം. സാത്താൻ ഈ ഭൂമിയെ അടക്കി വാടുകയാണ്. സുവിശേഷം അനുസരിക്കാത്തവർക്കും സുവിശേഷത്തിന് എതിര് നിൽക്കുന്നവർക്കും സുവിശേഷത്തെ തിരസ്കരിച്ചവർക്കും വചനത്തെ ചവിട്ടിക്കളഞ്ഞവർക്കും 7 വർഷം പപ്പടം പഴം പായസം കൂട്ടി ചാപ്പാട് തരും എതിർ ക്രിസ്തു. മനസ്സിലായിക്കോണം. തിന്നാ ദഹിക്കത്തില്ല അന്ന്. രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പലരും. സുവിശേഷം അനുസരിക്കാത്തവർക്ക് കിട്ടുന്ന ശിക്ഷാവിധിയാണ്, ന്യായവിധിയാണ് എതിർ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ദൈവം എറിഞ്ഞു കൊടുക്കുന്നത്. വിഷയം പ്രാപിച്ച് ഒരുക്കി വർത്താണ്ട് അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു. നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടൊന്നും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. 3 വഴി ദൂരം, രക്ഷാ, സ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട് പാലിച്ച് ആത്മീയ വളർച്ച, ആത്മീയവർദ്ധനം, ആത്മീയ നിറവ് അനുദിനം പ്രാപിച്ചുകൊണ്ടിരുന്നാൽ സ്വർഗത്ത് പോകാം. ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. സ്വർഗത്ത് പോക്ക് സ്വർഗത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രസംഗം പോലും ഇന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. സാത്താൻ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുക ഭാഷന്മാരുടെ നാവിനെ. ഇവിടുത്തെ കാര്യങ്ങൾ
ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് പ്രസംഗിച്ചു കൂട്ടുന്നത് നല്ലൊരു ശതമാനം. ഭൂമിയിൽ ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. സ്വർഗത്തിൽ പോകുന്ന കാര്യം നോക്ക്. സ്വർഗരാജ്യമാണ് നമുക്ക് പ്രധാന വിഷയം. പൗലോസിന്റെ പ്രസംഗ വിഷയം സ്വർഗരാജ്യം, ദൈവരാജ്യമായിരുന്നു. കർത്താവിൻ്റെ പ്രസംഗ വിഷയം സ്വർഗരാജ്യം, ദൈവരാജ്യമായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം സ്വർഗരാജ്യം, ദൈവരാജ്യമായിരുന്നു. ഇന്നത്തെ പാസ്റ്റർമാർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ലോകത്തിലെ കാര്യങ്ങൾ പ്രസംഗിക്കാൻ? അനുഗ്രഹിക്കും. പണ്ടൊരു ചെറുക്കൻ ബോംബെയിൽ പോയി പ്രസംഗിച്ചെന്നാണ് കഥ. ഒരു ഉപദേശി പറഞ്ഞ് ഞാൻ കേട്ടതാ. അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ഒരു പ്രായമുള്ള ഉപദേശി കേട്ടിട്ട് പുള്ളിക്ക് അങ്ങോട്ട് എരിവ് കയറി. പുള്ളി പയ്യെ ചാടി എഴുന്നേറ്റ് ഉപദേശിയുടെ ചെവി പോയി പറഞ്ഞു. ചെറുക്കൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല. ചെവി ചെന്ന് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ദൈവജനത്തിൻ്റെ സത്യങ്ങൾ പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ മാറാൻ പറഞ്ഞു. പിന്നീടുള്ള കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ചെവി പിടിച്ച് കളഞ്ഞിട്ട് വചനപരിജ്ഞാനമുള്ളവരും അവിടെ പ്രസംഗിച്ച് കർത്താവിൻ്റെ ഒരു വേണ്ടി ജനത്തെ ഒരുക്കാനായിട്ട് ഇടയായിത്തീരണം. അല്ല എന്താ? ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ ദൈവരാജ്യത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നവനാ, അല്ല മറ്റൊന്നുമല്ല. ദശാംശവും സ്തോത്രാഴ്ചയും വഴിപാടും എല്ലാം വാങ്ങി തിന്നോ ഒരു കുഴപ്പമില്ല. പക്ഷേ ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണം. അല്ലെങ്കിൽ വേദോസ്തം തറവയ്ക്കണം. അതിൽ പ്രാപ്തന്മാരായിട്ടുള്ളവർ വന്നെടുത്തോളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വിഷയത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 8-ാം വാക്യം, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവനായി അവരോട് നിർത്തിയിൽപ്പിൻ. നിങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾക്കെന്ന് പറയുമ്പോൾ ലോകത്ത് കിടക്കുന്ന മനുഷ്യർ മുഴുവൻ നമ്മുടെ സഹോദരന്മാരാ. ആദാമ്യ സന്തതികൾ മുഴുവൻ നമ്മുടെ സഹോദരന്മാരാ. യാതൊരു സംശയമില്ല കാര്യത്തിലേ. നിങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾ ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു. ഏവക കഷ്ടപ്പാടുകൾ? പിശാചിൻ്റെ കഷ്ടപ്പാടുകൾ, പിശാചിൻ്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന കഷ്ടതകൾ, ദുരിതങ്ങൾ, സർവ്വലോകത്തെയും തെറ്റിച്ച് കളയുന്ന പിശാചിന്. വെളിപ്പാട് 12:12 സഹോദരന്മാരെ രാപ്പകൽ അപവാദം പരത്തുന്ന അപവാദി. 12 തൊട്ട് 3-4 വാക്യം വായിക്കുമ്പോൾ ഈ പഠനം കിട്ടും. സർവ്വലോകത്തെ സർവ്വഭൂമിയും തെറ്റിച്ച് കളയുന്നവൻ, സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന സാത്താൻ, ദുരാത്മാവ്. 3, പിശാച് തനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടുകൂടി ഇറങ്ങി വന്നിരിക്കുന്നു. പിശാച് മഹാക്രോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. ഹാമാസിലും ഹിസ്ബുള്ളയിലും ഹൂതിയിലും അതുപോലെയുള്ള ഭീകര സംഘടനയിലൂടെ ഈ പിശാചിൻ്റെ തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ. ഇനിയെങ്കിലും നമ്മളതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ദേശത്ത് നമ്മുടെ ഇട്ടാവട്ടത്ത് കിടപ്പുണ്ട് ഈ ഗ്രൂപ്പ് മുഴുവൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈ തീവ്രവാദ സംഘടനകളിലുള്ള ദുരാത്മാവിൻ്റെ ശക്തികളെ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ ബാൻ ചെയ്യണം, അതിനെ നിർവീര്യമാക്കണം നമ്മൾ. ഇല്ലെങ്കിൽ ഈ പടകൾ നാളെ കയറി വരും നമ്മുടെ വീട്ടിൽ. വടക്കേ ഇന്ത്യയിലൊക്കെ പാസ്റ്റർമാരുടെ വീടുകളിലും ഹോളുകളിലൊക്കെ ഈ സാത്താൻ്റെ സേവകർ കയറി വരുന്നതിൻ്റെ കാര്യം എന്താ? ഉപദേശിമാർ തിന്നിട്ട് മൂക്ക് മുട്ട കിടന്ന് ഉറങ്ങുക പലരും. എല്ലാവരും അല്ല. നന്നായി വേല ചെയ്യുന്നവരും നന്നായി കഷ്ടപ്പെടുന്നവരും നന്നായി പ്രാർത്ഥിക്കുന്നവരും ഇഷ്ടം പോലെ ഉണ്ട്. ബഹുഭൂരിപക്ഷവും ഈ വേഷം കെട്ട് നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടായി സംഭവിക്കുന്നത്. ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക, സലാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയില്ല. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെടും. ക്യാപ്റ്റൻ ശമൂൽ തനിക്കെതിരെ ഉപദ്രവിക്കാൻ വന്നവരെ സ്കൂട്ടറിന് പോയി അവർ നിന്ന സ്ഥലത്ത് പോയി അവരെ അറസ്റ്റ് ചെയ്തു എന്ന് താൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതിലെ പ്രധാനി ബൈക്ക് എടുത്തുകൊണ്ട് പോയി ഒരു പോസ്റ്റ് ചെന്ന് ഇടിച്ച് തലമണ്ട പൊട്ടി, തലച്ചോറ് വെളിയിൽ വീണു. പട്ടികൾ വന്ന് ആ തലച്ചോറ് തിന്നു, രക്തം നക്കി കുടിച്ചു എന്നാണ് പറഞ്ഞത്. ഞാനത് 100% വിശ്വസിക്കുന്നു. അധികാരം പ്രാപിച്ചെടുക്കണം കർത്താവിൽ നിന്ന്. ശത്രു നമ്മുടെ മേൽക്കോയ്മ നടത്താനല്ല നമ്മൾ ദൈവദാസന്മാരായിരിക്കുന്നത്. അവർ പറയുന്ന ശ്രീറാം വിളിച്ചുകൊണ്ട് കിലോമീറ്റർ നടക്കാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ശ്രീരാമൻ വിളിക്കത്തില്ല, എന്നെ കൊന്നോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങോട്ട്, തല്ലുകൊണ്ട് ചാകാൻ. അല്ല എന്താ?
അതിനുള്ള വിശ്വാസം പ്രാപിക്കണം, പ്രത്യാശ പ്രാപിക്കണം, അതിനുള്ള ശക്തി പ്രാപിക്കണം, അതിന് പ്രാർത്ഥിച്ച് ആത്മീയരാകണം. വേദോസം എടുത്തുകൊണ്ട് തരികിട കാണിച്ചു കിടന്നാൽ നടക്കത്തില്ല. നമ്മുടെ കൂടെയുള്ളൊരു സഹോദരൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട്, ഷാജി പാസ്റ്റർ. ഒരു പാസ്റ്ററിനെ സഭാഹോളിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുക. വേദോസ്തം കയ്യിലിരിപ്പുണ്ട്. ഒരു സുവിശേഷ വിരോധി പിടിച്ചിറക്കിക്കൊണ്ട് പോവുക. വേദോസ്തം അങ്ങനെ തന്നെ കയ്യിരിപ്പുണ്ട്. പിടിച്ച് ഒരു ബൈക്കിൽ തൻ്റെ പുറകിൽ ഇരുന്നിട്ട് ഈ പിടിച്ചവൻ അതിൻ്റെ പുറകിലിരുത്തി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്താ അവരുടെ മേലുള്ള കുറ്റം? സുവിശേഷം പറഞ്ഞ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ജാതിസ്പർദ്ധ വളർത്തുക, ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കുന്നു, അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഷാജി പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ പിടിച്ചോണ്ട് പോകുമ്പോൾ പിടിക്കുന്നവൻ്റെ കൈ വിറയ്ക്കണമെന്ന്. അതിന് എന്ത് വേണം? പിടിക്കുന്നവൻ്റെ കൈ വിറയ്ക്കണമെങ്കിൽ ഈ പിടിച്ചിരിക്കുന്ന ഉപദേശി നല്ല ആത്മശക്തി ഉള്ളവനായിരിക്കണം, നല്ല ആത്മ നിറവുള്ളവനായിരിക്കണം, നല്ല ദൈവകൃപയുള്ളവനായിരിക്കണം, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവനായിരിക്കണം, ആത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നടത്തപ്പെടുന്ന ഒരു പാസ്റ്ററായിരിക്കണം. അങ്ങ് അപ്പോഴേ സംഭവിക്കത്തുള്ളൂ. അല്ല കഞ്ഞിക്ക് വേണ്ടി പൊത്ത കൊടുത്തുകൊണ്ട് ഇറങ്ങിയാലും നടക്കില്ലത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ അങ്ങനെയായിരുന്നു. പത്രോസിനെ പിടിച്ചു കെട്ടി, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, പത്രോസിനെ പിടിച്ച് തടവിലാക്കി, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൂതൻ ഇറങ്ങി, അല്ലേ, പത്രോസിനെ വിടുവിച്ചു. എന്നിട്ട് ദൂതൻ എന്ത് ചെയ്തു? വിടുവിച്ചിട്ട് ദൂതൻ അതിൻ്റെ സൂത്രധാരകനിട്ട് ഒരൊറ്റ അടിയടിച്ചു. കൃമിക്ക് ഇരയായി പ്രാണൻ വിട്ടു എന്നാ വായിച്ചു പഠിക്കുക. പത്രോസിൻ്റെ ആ ചരിത്രം, പ്രവൃത്തി പുസ്തകം 12-ാം അധ്യായം. കൃമിക്ക് ഇരയായി പ്രാണൻ വിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ഇടയിലൊന്നും സ്ഥലവുമില്ല. നമ്മളെല്ലാം ജഡികന്മാരായി കിടക്കുക. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാധു മനുഷ്യനാണ്. സഭ ഉണരണം, സഭ ആത്മീകരാകണം. പാസ്റ്റർമാർ ജഡികന്മാരായിരിക്കുന്നവർ ആത്മീകരാകണം. തങ്ങളുടെ കുറ്റങ്ങളെയും കുറവുകളെയും കണ്ട ഒരു ശുദ്ധീകരണം പ്രാപിക്കണം. നിങ്ങളുടെ സഹോദര വർഗങ്ങൾക്ക് ആവക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ്, നമ്മുടെ സഹോദരങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലെല്ലാം പിശാചിൻ്റെ ഉപദ്രവം കൊണ്ട് ആവക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവരോട് എതിർത്ത് നിൽക്കണം. ആരോട് എതിർത്ത് നിൽക്കണം? പിശാചിനോട് എതിർത്ത് നിൽക്കണം. എൻ്റെ മാൻ പവർ കൊണ്ട് കഴിയുമോ? നിങ്ങളുടെ മാൻ പവർ കൊണ്ട് കഴിയുമോ? നമ്മുടെ പണം കൊണ്ട് കഴിയുമോ? നമ്മുടെ സ്വാധീനം കൊണ്ട് കഴിയുമോ? നമ്മുടെ സംഘടനാ ബലം കൊണ്ട് കഴിയുമോ? എൻ്റെ ചോദ്യം. ഞങ്ങൾ 13,000 ബ്രാഞ്ചസ് ഉണ്ട് എന്ന് പിശാചിനോട് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുവൻ. ഞങ്ങൾ ഇത്ര ലക്ഷം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനു കൊള്ളാം ഇത്ര ലക്ഷം? ഗുണമുള്ളതുണ്ടോ അതിൽ വല്ലതും? പണ്ടാരെണ്ണം പറഞ്ഞു അവരോട്, ആന പ്രസവിച്ചാൽ 1 കാണുകയുള്ളൂ, എലി പ്രസവിച്ചാൽ 10 കാണും. ഇതിനുള്ള എലി പ്രസവിച്ചാൽ 10, ആന പ്രസവിച്ചാൽ 1, ഉരുപ്പടി. സഭയിൽ ആള് കൂടുന്നതല്ല വിഷയം ദൈവമക്കളെ, സഭ ആത്മീകരായി തീരുന്നതാണ് വിഷയം. ആത്മീകന്മാരെ കൊണ്ട് നിറയുന്ന വിഷയം. നമുക്കൊക്കെ അറിയാലോ, ഇവിടെ ഈ 100-500 പേരെ വെച്ച് പാട്ടും പാടി നൃത്തം ചെയ്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എന്തിനാ ഈ 500-600 പേരെ കൂട്ടുന്നത്? ഒരാൾ 50 രൂപ വെച്ചിട്ട കാശത്രയായി. ഇതിനിടയ്ക്ക് ഒരു മാസം പറഞ്ഞിട്ട് ചില പാസ്റ്റർമാർ പ്രഖ്യാപിക്കാൻ തുടങ്ങി, ഇവിടെ വരുന്നവർ 500-ൻ്റെ നോട്ടിട്ടോണോ. ഇങ്ങനെയുണ്ട്. 500 പേരുള്ളവർ ഒരു സഭയിൽ പോയി 500-ൻ്റെ നോട്ടിട്ട രൂപ എത്രയായി? 3 മണിക്കൂർ കഴിയുമ്പോൾ പാസ്റ്റർ പ്ലെയിനിലാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ബോംബെ പോയി ഊതാൻ പോണത്. അവിടെ നിന്ന് ഊതാൻ ഇങ്ങോട്ടും ഊതാനും കുരപ്പിക്കാനും ചിരിപ്പിക്കാനും ഛർദ്ദിക്കാനും പ്ലെയിനിലാണ് ഈ മഹാന്മാർ പോകുന്നത്. കാരണം എന്താ? കൂടെ 1000, 2000, 3000, 4000 പേര് വീതമുണ്ട്. ഇതിന് ഓശാന പോടാൻ കറേ മന്ദബുദ്ധികളായ വിശ്വാസികളും വേദോസം വായിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും. ഞാൻ ആത്മാവോടെ എരിവ് പറഞ്ഞു, ഈ വക കഷ്ടപ്പാടുകൾ വരാൻ പോകെ. ഇനി സുവിശേഷ വിരോധികൾ നമ്മുടെ കേരളക്കരയിലും കയറി അടിക്കുന്ന കാലം വിദൂരമല്ല. മനസ്സിലായോ? ഇപ്പൊ അവരൊക്കെ ഉറങ്ങിക്കിടക്കുക. ദൈവം അവരെയൊക്കെ ഉണർത്തി എഴുന്നേറ്റ് എൻ്റെയും നിൻ്റെയും നേരെ കൊണ്ടുവരും. അപ്പം നീ പ്രാർത്ഥിക്കും, അപ്പം നീ ഉപവസിക്കും. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു 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 പെരുമഴ തന്നെ ആയിരിക്കും. സ്തോത്രം. നിങ്ങൾ വായിച്ചു. അപ്പോൾ സംഭവം ഒന്ന് വായിക്കുക. ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവാ.
5-8 മിനിറ്റ് കൂടിയേ ഉള്ളൂ. നിർബന്ധനായിരിപ്പിൻ ഉണങ്ങിയിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ. വടക്കേന്ത്യയിലെ നമ്മുടെ സഹോദരങ്ങളായ വിശ്വാസികളും പാസ്റ്റർമാരുടെ ചിത്രം ഇവിടെ തെളിഞ്ഞു വരികയാണ്. ലോകത്തിൽ നിങ്ങൾക്കുള്ള കഷ്ടപ്പാടുകൾ, സഹോദരവർഗത്തിനുള്ള കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കാൻ നമുക്ക് പറ്റുമോ? പറ്റും. എങ്ങനെ? ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് എതിർത്ത് നിൽക്കണം. സത്യമരക്കി കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷന്റെ കാലിൽ ചെരുപ്പാക്കി, സകല ദുഷ്ടന്റെ തീയമ്പുള്ളിയും കെടുപ്പാന്തക്കൊണ്ട് വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം ആത്മാവിൻ്റെ വാളും, ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ, പാസ്റ്റർമാർ തയ്യാറാകട്ടെ, വിശ്വാസികൾ തയ്യാറാകട്ടെ. ദൈവപ്രവൃത്തി നടക്കുമെന്നറിയാം. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നുണ്ട് എതിർത്ത് നിൽക്കുക. യാക്കോബിന്റെ ലേഖനം എടുത്താട്ട് 4-ാം അധ്യായത്തിൽ 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത്. പാപികളെ കൈകളെ കഴുകി വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ. നിങ്ങളുടെ ശരി ദുഃഖമായും സന്തോഷം വിഷാദമായി തീരട്ടെ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവസഭയോടുള്ള ദൂതായത്. ഇനി എഫേസ് ലേഖനത്തിൽ എടുക്കാം. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിലെ 6-ാമത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. പിശാചിന്റെ തന്ത്രങ്ങളോട് തീർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തിൽപ്പി. യാക്കോബ് പറയുന്നു, പൗലോസ് പറയുന്നു, പത്രോസ് പറയുന്നു. എതിർത്ത് നിൽക്കാൻ എങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. സർവായുധവർഗം എന്താണ്? 7 ആത്മീക അനുഭവങ്ങളാണ്. സത്യം അരയ്ക്ക് കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, പറയുന്നതും ചെയ്യുന്നതിലൊക്കെ നീതി ഉണ്ടായിരിക്കുക, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പ്, എവിടെ പോയാലും സുവിശേഷം പറയാനുള്ള ഒരുക്കം, സകല ദുഷ്ടന്റെ തീയമ്പുകളെയും കെടുപ്പാൻ തക്കണം വിശ്വാസം എന്ന വരിക. ദുഷ്ടന്റെ തീയമ്പുകൾ ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയും പിന്നെ ഇറാനും പിന്നെ ഹാമാസും മിസൈലുകൾ വിടുമ്പോൾ ഇസ്രയേൽ എങ്ങനെയാ തടയുന്നത്? ഇസ്രയേലിനൊരു അയം ഡോം സംവിധാനമുണ്ട്, ഈ മിസൈലുകളെ പൊട്ടിച്ചു കളയുന്നത്. അല്ലെങ്കിൽ ഇസ്രയേൽ പണ്ടേ കത്തിപ്പോയനല്ലേ. ഈ സംവിധാനം ഇവർ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ മിസൈൽ വിടുമ്പോൾ അടിച്ചു പൊട്ടിച്ചു കളയും. കഴിഞ്ഞ പ്രാവശ്യം 10-300 എണ്ണം വിട്ടപ്പോൾ അമേരിക്കയും സൗദിയും പിന്നെ മറ്റൊരു ഖത്തർ എല്ലാം കൂടി ചേർന്ന് ഈ വരുന്നതിനെ മുഴുവൻ പൊട്ടിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമാണ്. എന്നെ ഇസ്രയേലിനെ പക്ഷി ചുറ്റി കാക്കുന്നത് പോലെ, പറന്ന് സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കുമെന്ന് പ്രവചനവാക്യമുണ്ട്. ഇസ്രയേലിനെ ദൈവം സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇസ്രയേലിനെ കൈവിടുന്നത് അവർ കുത്തിയങ്കിലേക്ക് നോക്കുവാൻ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ യുദ്ധസന്നാഹത്തിനായിട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം കൂടി കൂട്ടുപിടിച്ച് വന്ന് ഇസ്രയേൽ പർവ്വത നിരകളിൽ വന്നിട്ട് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രയേൽ അവിടെ പരാജയപ്പെടും. അവർ 3-2 നശിക്കും. അപ്പോൾ അവർ കുത്തിയങ്കിലേക്ക് നോക്കും. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ മശികയെ എന്ത് ചെയ്തു? ക്രൂശിച്ചു. ഞങ്ങളോട് പൊറുക്കണമേ. യാചനയുടെ ആത്മാവിനെ, വിലാപത്തിൻ്റെയും യാചനയുടെയും ആത്മാവിനെ അവരുടെ മേൽ പകരും. ആ ആത്മാവിൽ വന്നു കഴിയുമ്പോൾ അവർ വിലപിക്കും, നിലവിളിക്കും, കരയും. ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രയേൽ പർവ്വത നിരകളിൽ വന്ന ഒരൊറ്റ എണ്ണം തിരിച്ചു പോകത്തില്ല. അവരുടെ മാംസം പക്ഷികളും മൃഗങ്ങളും തിന്നൊടുക്കും. ബാക്കിയുള്ളവരെ ഗോഗുമാഗോഗിനെ ഞാനൊരു ശ്മശാന ഭൂമി ഒരുക്കും. എഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം 39-ാം അധ്യായം നന്നായിട്ട് വായിച്ച് പഠിക്കുക. അങ്ങോട്ടൊന്നും പോകാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, പിശാചിനോട് എതിർത്ത് നിന്നു. പൗലോസ് മുന്നറിയിപ്പ് തരുന്നു. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. സത്യമരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച്
സമാധാന സുരക്ഷയുടെ കാല് ചെരുപ്പാക്കി, സകല ദുഷ്ടനതയെപ്പോലെ കിടപ്പാൻ്റെ കൂടെ വിശ്വാസം എന്ന പരിചയ, രക്ഷയെന്ന ശിരസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അയൺ ഡോം സംവിധാനത്തോടുകൂടി ദുഷ്ടനയിക്കുന്ന തീയമ്പുകളെ നമ്മൾ തകർത്ത് കളയണം. അത് വിശ്വാസമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നമ്മളിപ്പോൾ വിശ്വാസമില്ലാത്ത വിശ്വാസികളായി തീർന്നിരിക്കുക. നമ്മുടെ പേര് വിശ്വാസികളാ, വിശ്വാസത്തിൻ്റെ ഒരംശം പോലും നമ്മളിലില്ല. പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും വരാതെ ഹോസ്പിറ്റലിൽ വലിയ ഡോക്ടർ വന്നിരിക്കുക. അവിടെ ആ ഡോക്ടറിൻ്റെ മുൻപിൽ എന്ത് ചെയ്യുക? അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് 78ാമത്തെ ചീട്ട തപാകം മുടക്കിയിട്ട് അവിടെ പോയി കിടക്കുക വിശ്വാസി. എങ്ങനെ ഗുണം പിടിക്കാനാണ്? എടാ, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് സൗഖ്യം തരും, ബലം തരും, ശക്തി തരും, കൃപ തരും. ഞാൻ ആലോചിക്കുക, എൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർ, ഞാൻ ഇതിലേ കൂടി പറഞ്ഞു, ഒരു സഹോദരൻ ഇങ്ങനെ പിച്ച വെച്ച പോലെ നടക്കുക. കാരണം കംപ്ലീറ്റ് രോഗമായി. നമ്മൾ രോഗം ഇല്ലാഞ്ഞിട്ടാണോ? ഈ ശരീരത്തിൽ രോഗമില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, രോഗം മുഴുവൻ നിയന്ത്രണ വിധമായിരിക്കട്ടെ ശരീരത്തിൽ. ചാകാൻ നേരത്തെ ഈ രോഗം എല്ലാം കൂടി വന്നങ്ങ് ചാകട്ടെ, ഒരു കുഴപ്പമില്ല. അതുവരിക്കും കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ശക്തിയും ബലവും കൃപയും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. എത്ര നാളുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വത്രം ആത്മാവിൽ പ്രാർത്ഥിച്ച് പിശാചിൻ്റെ തീയമ്പുകളെ തടയാനുള്ള വിശ്വാസം പ്രാപിച്ചെടുക്കുക. വിശ്വാസം, പ്രത്യാശ, സ്നേഹ, ഇവ മൂന്നും വലിയതാണ്. വലിയതോ സ്നേഹം. സ്നേഹം ദൈവസ്നേഹം, അത് കറക്റ്റാണ്. പക്ഷേ വിശ്വാസവും പ്രത്യാശയും അതുപോലെ തന്നെ വലിയ വിഷയങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ ആത്മീയ അനുഭവങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ദൈവമക്കൾ. അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. തളർന്നു പോകും, തകർന്നു പോകും നമ്മൾ. അതുപോലെയുള്ള പ്രതികൂലങ്ങളാണ് ഇനി ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്നത്, ഭാരതത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്നത്, ആഗോള വ്യാപകമായി ആഞ്ഞടിക്കാൻ പോകുന്നത്. ഇടയ്ക്കെങ്ങാണ്ട് ആരാൻ പറയേണ്ടത് സൂര്യനൊക്കെ പോകാൻ പോണ്, ഇരുട്ടിലേക്ക് പോകാൻ പോണ സംഭവിച്ചുകൂടായി. ഇരുട്ട് വന്ന് എന്തായിരിക്കണം? തപ്പിക്കളിക്കൂലേ? അവിടെ ഒരു ദിവസം സൂര്യൻ്റെ ആ രശ്മി നമ്മുടെ ശരീരത്തിൽ അടിച്ചില്ലെങ്കിൽ പോലും ആരോഗ്യം ക്ഷയിക്കുമെന്ന വൈദ്യശാസ്ത്രം പറയുന്നത്. ഒരിളം വെയിൽ നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തുണികളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സൂര്യനെ നിർത്തിയ യോശുവയുടെ പ്രാർത്ഥന നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. സൂര്യനെ പിടിച്ചു നിർത്താൻ ആരുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു? യോശുവയുടെ ഭക്തനായ യോശുവയ്ക്ക് കഴിഞ്ഞു. പ്രമാണം തെറ്റിച്ച് വഴിമുടക്കി യോശുവയെ പ്രമാണം ഏൽപ്പിക്കാൻ പറഞ്ഞു ദൈവം. ആ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്ത് യോശുവയും കാലാബും ഇളം തലമുറ അവിടെ ചെന്നു. യോശുവ സൂര്യനോട് പറഞ്ഞു, ഗിൽഗാൽ, സൂര്യ നീ ഗിൽഗാലിലും അയ്യാലിലും താഴ്വരയിലും നിൽക്കാന്ന് പറഞ്ഞു. നിർത്തി. ഇസ്രായേൽ ജനം യുദ്ധം ചെയ്തു. അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞൊരു കാര്യം, എത്ര വർഷം ആയി ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച് കമ്പ്യൂട്ടറിൽ ഒരു പഠനം നടത്തി അവർ പുറകോട്ട് അത് അന്വേഷണം നടത്തി വന്നപ്പോൾ 24 hours അതിൽ ബ്ലാങ്ക് കാണുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു ദൈവവിശ്വാസമുള്ള ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളിൽ യോശുവയുടെ പ്രാർത്ഥനയിൽ സൂര്യനും ചന്ദ്രനും നിന്ന ചരിത്രമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എത്ര ചരിത്ര സംഭവങ്ങൾ സത്യവേദ പുസ്തകത്തിൽ കാണാൻ കഴിയും. അരാറാത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകത്തിൻ്റെ അംശം അടിഞ്ഞു കിടക്കുന്നതായിട്ട് ചരിത്രം കണ്ടെത്തി. അതുപോലെ പല വേദപുസ്തകത്തിലെ ചരിത്രങ്ങളും ലോകത്തിൽ മനുഷ്യൻ കണ്ടെത്തി പഠിച്ചുകൊണ്ടിരിക്കുക. വേദപുസ്തകത്തെ പോലെ ഒരു സത്യവേദ പുസ്തകം ലോകത്തിൽ വേറെയില്ല. ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റുകളാണെന്ന് മനസ്സിലായി. സത്യവേദ പുസ്തകം, അതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ, ഈ സത്യവേദ പുസ്തകം ഒന്ന് വായിച്ച് പഠിക്കണേ. എസ്പെഷ്യലി പുതിയ നിയമം വായിച്ച് പഠിക്കണേ. പഴയ നിയമത്തിലെ പഠിക്കേണ്ടതായ കാര്യങ്ങൾ അതും വായിച്ച് പഠിച്ചോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാം ഗ്രഹിക്കണേ. ദൈവവചന സത്യങ്ങളെ ഗ്രഹിച്ചുകൊള്ളണേ. തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയായാൽ തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം.
ഹല്ലേലൂയ. ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്നപോലെ ആരെ വിഴുങ്ങോണ്ടെന്ന് ചുറ്റി തിരിഞ്ഞു കിടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗത്തിന് കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനോട് എറുത്തു നിന്നോണം. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് എറുത്തു നിന്നോണം. 1 പത്രോസ് 4:1 പഠിക്കുമ്പോൾ ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പൻ. അപ്പോൾ 8ാമത്തെ ആയുധം പത്രോസ് തരുന്നുണ്ട്. 7 ആയുധം പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ തരുന്നുണ്ട്. ഈ 8 ആയുധങ്ങൾ ധരിച്ച് പിശാചിനോട് എറുത്തു നിൽക്കണം, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ദൈവം നമ്മത് ചെയ്തു തരും. ബലമെന്നേക്കുമുള്ളത് ആമേൻ. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്ന ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നുവെന്നും സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരനെന്ന് നിരൂപിക്കുന്ന സുല്ലനോസ് മുഖാന്തരമാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സഹൃദനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. സ്നേഹചുമത്തിനാൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. അത്ര മനോഹരമായൊരു പഠനമാണ് പത്രോസിൻ്റെ. തനിക്ക് എഴുതാൻ അറിയില്ലെന്നിട്ടൊരു കൂട്ടുതാവറ കൊണ്ട് എഴുതി വെപ്പിച്ചതാണ്. അപ്പോൾ ഈ ദൂതുകളൊക്കെ എവിടെ നിന്ന് കിട്ടി? സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തത് പരിശുദ്ധാത്മാവിൽ. പ്രിയ ദൈവമക്കളെ, പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ കാഠിന്യത വളരെ വലുതാണ്. ഇനി 2ാം ലേഖനം അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോവുക. അത് ഇതിലും ഭയങ്കരമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, ഈ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, പിശാചിൻ്റെ തന്ത്രത്തോട് എതിർത്ത് നിൽപ്പാൻ, കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കം പൂർത്തീകരിപ്പാൻ, വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവ കൃപ ചെയ്യേണ്ടതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അല്പസമയം സ്തോത്രം ചെയ്യാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.